നമ്മുടെ ഗവർണർ അല്ലെങ്കിൽ എല്ലാ ഗവർണർമാരും പൊതുവിൽ ബഹുമാന്യരായിട്ടാണ് കരുതപ്പെടുന്നത്. പക്ഷേ ബഹുമാന്യനായ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക നിലപാട് എപ്പോഴെങ്കിലും സ്വീകരിച്ചിട്ടുള്ള ആളല്ല. രാഷ്ട്രീയമായി അദ്ദേഹത്തിന് സ്ഥിരമായൊരു നിലപാടില്ല. അവസരവാദത്തിൻ്റെ ഭാഗമായി കൂടുതൽ മേച്ചിപ്പുറങ്ങൾ തേടുമ്പോൾ കൂടുതൽ അടിമത്വത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഭാഗമായ യജമാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാമാണ് ചെയ്യേണ്ടത് അതിൻ്റെ തിരിച്ചറിവില്ലായ്മയാണ് അദ്ദേഹത്തിനുള്ളത്. നമ്മൾ ഇത്രയും പ്രായമായ ഒരാൾക്ക് തിരിച്ചറിവില്ല എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു തെറ്റായ ഒരു ചിന്ത വരും. ഗവർണർക്കുള്ള തിരിച്ചറിവില്ലായ്മ യജമാനൻ എന്തു ചെയ്താലാണ് സ്നേഹിക്കുക, യജമാനൻ എന്തു ചെയ്താലാണ് തൃപ്തിപ്പെടുക. നാഗ്പൂരിലെ യജമാനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ഇതിനപ്പുറം എന്താണ് ചെയ്യേണ്ടത്? ഇത്തരത്തിലാണ് യഥാർത്ഥത്തിൽ ഗവർണർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ SFI ആദരിക്കപ്പെടുകയാണ്. ഗവർണർ പറഞ്ഞു SFI മാത്രമേ എന്നോട് സമരത്തിനുള്ളൂ, ഇടതുപക്ഷം മാത്രമേ സമരത്തിനുള്ളൂ. അതിനർത്ഥം എന്താണ്? സർവകലാശാലകളിൽ RSSകാരെ കുത്തുനിറയ്ക്കുന്ന നടപടിക്കെതിരായി കേരളത്തിലെ UDF മിണ്ടുന്നില്ല, യൂത്ത് ലീഗ് മിണ്ടുന്നില്ല, MSF മിണ്ടുന്നില്ല, KSUവും യൂത്ത് കോൺഗ്രസും മിണ്ടുന്നില്ല. അതിന് കാരണം എന്താണ്? കേരളത്തിലെ സർവകലാശാലകളെ കാവുവൽക്കരിക്കുക എന്ന് പറയുന്ന ഗവർണറുടെ അജണ്ട UDFൻ്റെയും BJPയുടെയും സംയുക്ത അജണ്ടയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കണ്ണൂർ MP കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്ന് വിളിച്ചപ്പോഴും പ്രതികരിക്കാത്തത്. ഞാൻ അവിടുത്തെ MP ആണ്, എൻ്റെ നാടങ്ങനെയല്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് തോന്നിയില്ലല്ലോ. ഇവിടെ എല്ലാം കാണുന്നത് ഗവർണർ കേരളത്തിലെ UDFൻ്റെയും BJPയുടെയും രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു അന്തർധാരയെ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ മുഖമാണ്. ആ രാഷ്ട്രീയ മുഖത്തിനെതിരായി രാഷ്ട്രീയ പോരാട്ടം നടത്താൻ അവസരം ലഭിച്ചത് വഴി ചരിത്രത്തിലേക്ക് നടന്നു കയറി SFI. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളെ ഒരു ഗവർണർ വെല്ലുവിളിക്കുക എന്നൊക്കെ പറയുന്നത് അല്പത്തരമാണ്. കാണിച്ചു തരാം. ഗവർണർ ഇറങ്ങിയിട്ട് എന്ത് കാണിക്കാനാ? അദ്ദേഹം ഇന്നലെ ശ്രമിച്ചത് കേരളത്തിൽ ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്താനാണ്. സ്വാഭാവികമായും അതിൻ്റെ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ മിഠായി തെരുവ് പോയപ്പോഴത്തേക്കും അത് സന്തോഷകരമായ അനുഭവമാണ് കേരളത്തിലെ ഗവൺമെൻറ് ഉണ്ടാക്കിയത്. ഇനി നാളെ ഗവർണർക്ക് കൊടുക്കാൻ പറ്റുമോ കേരളത്തിൽ കുഴപ്പമാണെന്ന്? പക്ഷേ ശ്രീ അനിൽകുമാർ, ഇവിടെയാണ് സ്വീകാര്യതയുടെ മറ്റൊരു തലമാണ് അദ്ദേഹത്തിനുള്ളതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ മിഠായി തെരുവിൽ കിട്ടിയ പ്രീതി, പിന്തുണ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് കിട്ടുന്ന സ്വീകാര്യതയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതിലെ ഒരേ ഒരു ഉപാധിയേ ഉള്ളൂ തടസ്സമായി അദ്ദേഹത്തിനും ജനങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിനുള്ള പ്രോട്ടോകോൾ, അദ്ദേഹത്തിനുള്ള പോലീസ് പരിരക്ഷ. ഇത് രണ്ടും അദ്ദേഹം വേണ്ട എന്ന് വെച്ചു. എന്നിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി, ജനങ്ങൾ അദ്ദേഹത്തെ മധുരം നൽകി സ്വീകരിച്ചു. ഇതാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ആഖ്യാനം. ഇത് മുട്ടായിത്തെരുവ് എന്ന് പറയുന്നത് എന്താണെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലായിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ മുട്ടായിത്തെരുവ് എന്താണെന്ന് ഇതുവരെ മനസ്സിലാകാത്തതുകൊണ്ടാണ്. ആ മുട്ടായിത്തെരുവിൽ വിൽക്കുന്ന അലുവയുടെയോ അല്ലെങ്കിൽ മറ്റു മാധുര്യമുള്ള സാധനങ്ങളുടെയോ മാധുര്യം മാത്രമല്ല, അത് കോഴിക്കോടിൻ്റെ മാധുര്യമാണ്. അത് കോഴിക്കോടൻ സംസ്കാരത്തിൻ്റെ മാധുര്യമാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് അഭിമാന പുരസ്സരം ദേശീയ മുസ്ലിം എന്നറിയപ്പെടുന്ന ഉജ്ജ്വലമായ മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു ധാരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ആ കോഴിക്കോടെന്ന് പറയുന്നത്. ആ കോഴിക്കോടിൻ്റെ പാരമ്പര്യത്തെ തകർക്കാനാണ് ഈ സംഘീയവൽക്കരണവുമായിട്ട് RS തിരിച്ചിരിക്കുന്നത്. അദ്ദേഹം അവിടെ പല നിറത്തിലുള്ള അലുവ കണ്ടല്ലോ, പല നിറത്തിലുള്ള അലുവയെ മുട്ടായി തെരുവ് കണ്ടല്ലോ. ഈ പല നിറമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് RSS മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ശ്രീ അനിൽകുമാർ, ആരിഫ് മുഹമ്മദ് ഖാന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അദ്ദേഹം എല്ലായിടത്തും വിജയിച്ചിരിക്കുന്നു. അദ്ദേഹം ക്യാമ്പസിൽ കാലുകുത്തിയിരിക്കുന്നു, അദ്ദേഹം സെമിനാറിൽ പങ്കെടുത്തിരിക്കുന്നു, അദ്ദേഹം ബാനർ അഴിപ്പിച്ചിരിക്കുന്നു, അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ വാഹനത്തെ ഒരു SFIക്കാരനും ധൈര്യത്തോടെ വന്ന് ആക്രമിക്കില്ല എന്ന പ്രതിരോധം തീർത്തിരിക്കുന്നു. അദ്ദേഹം നാട്ടുകാരിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അവിടെയും അദ്ദേഹത്തിന് ഒരു പരിരക്ഷയും വേണ്ട എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം മടങ്ങിപ്പോയിരിക്കുന്നു. ആരുടെ ദൗത്യമാണ് കോഴിക്കോട് വിജയകരമായി അവസാനിച്ചത്? അവിടെയാണ് തെറ്റിയത്. ഒരു ചാൻസലർ സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗവർണറായി പ്രവർത്തിക്കുന്ന വ്യക്തി ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് മിനിമം സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന കാര്യം ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും നിയമപരമായ അതിൻ്റെ പരിമിതികൾ അല്ലെ അതിൻ്റെ ബാധ്യതകൾ സർക്കാർ നിർവഹിക്കുന്നുണ്ട്. അത് നിർവഹിക്കുമെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്, കേരളത്തെക്കുറിച്ചും കേരള സർക്കാരിനെക്കുറിച്ചും നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ആട്ടമാടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ UPയിലെ അവസ്ഥ എന്താണ്? പോലീസ് കാവലിലാണ് ആളുകളെ വെടിവെച്ച് കൊല്ലുന്നത്.
പോലീസ് കാവലിലെ ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന യു പി നിന്നാണ് അദ്ദേഹം വരുന്നത്. കേരളത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. കേരള സർക്കാരിൽ അദ്ദേഹത്തിനുള്ള വിശ്വാസമാണ് ഈ കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചില കുട്ടികളൊക്കെ എടുത്ത് ഉയർത്തുന്ന കണ്ടല്ലോ. എവിടുന്ന് വന്നു ആ കുട്ടികൾ അപ്പോൾ അവിടെ? നിങ്ങൾ പറഞ്ഞല്ലോ RSSകാരുമായിട്ട് രഹസ്യമായൊരു കൂടിക്കാഴ്ച നടത്തിയിട്ട് ഒരു യോഗം നടത്തിയല്ലോ, ചില പ്ലാനിങ് നടത്തിയല്ലോ. ആ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് RSSും അതുപോലെ തന്നെ ഇവിടുത്തെ ഗവർണറും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു പരിപാടി. ആ പരിപാടിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മിഠായി തെരുവിലേക്കുള്ള യാത്ര. അതൊക്കെ വളരെ യാദൃശ്ചികമാണ്, ഒരു സംരക്ഷണം ആർക്കും ഇല്ലാതെയാണ് എന്നൊന്നും ആരും ധരിക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ അകമ്പടിയായി പോയ വണ്ടികളുടെ എണ്ണം നമ്മുടെ വിഷ്വൽസ് കാണാമല്ലോ. എത്ര വണ്ടിയാണ് പോയത്? ശരി.